മുടി അമിതമായി കൊഴിയുക, കട്ടി കുറയുക, ഡ്രൈ ആകുക, ഫ്രിസി ആകുക, തീരെ ഉള്ളില്ലാതാവുക, ഇത്തരം പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇതിൻ്റെ കാരണം എന്താണ്, ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാവുമോ എന്നൊക്കെ ഓർത്ത് വിഷമിക്കുന്നവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇതിനൊരു സൊല്യൂഷൻ ഉണ്ട്. നമ്മൾ സ്കിന്നാണെങ്കിലും ഹെയർ ആണെങ്കിലും നമ്മൾ കൃത്യമായ കെയർ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് ഉണ്ടാവുക തന്നെ ചെയ്യും. സോ ഇത്തരം പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നവർക്ക് വേണ്ടി ഒരു പ്രോട്ടീൻ ഹെയർ മാസ്കുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ എത്തിയിരിക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ഫാമിലി വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പുതിയ സബ്സ്ക്രൈബേഴ്സ് വരുന്നുണ്ട്. ഒരുപാട് സന്തോഷം നിങ്ങൾ നമ്മുടെ ചാനലിനെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നതിൽ. ഇനിയും പുതുതായിട്ട് കാണുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ ടോപ്പിക്കിലേക്ക് നമുക്ക് കടക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മുടി കൊഴിയാനും മുടിയുടെ കട്ടി കുറയുവാനും മുടി ഡാമേജ് ആകാനും ഒക്കെ ഒരുപാട് കാരണങ്ങളുണ്ട്. സൺ എക്സ്പോസ്ഡ് ആവുന്നത്, പലതരത്തിലുള്ള വെള്ളത്തിൽ കുളിക്കുന്നത്, പലതരത്തിലുള്ള ഷാംപൂസ് യൂസ് ചെയ്യുന്നത്, അതുപോലെ പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് നമ്മൾ ഹെയർ ചെയ്യുന്നത്, ഇതൊക്കെ നമ്മുടെ മുടി നശിച്ചു പോകാൻ കാരണമാവുന്ന ഘടകങ്ങളാണ്. അപ്പോൾ അതെന്ത് തന്നെ ആയാലും ഇതുവരെ എന്തായിരുന്നു എന്നുള്ളതല്ല, ഇനി മുതൽ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിലാണ് കാര്യം. അപ്പം നമ്മുടെ നഷ്ടപ്പെട്ട, നമ്മുടെ ഡാമേജ് ആയ മുടി എങ്ങനെ നമുക്ക് വീണ്ടെടുക്കാം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു തരാം. അതിന് നമുക്ക് ആദ്യം ആവശ്യമായിട്ടുള്ളത് ഒരു ഏത്തപ്പഴമാണ്. ഏത്തപ്പഴം നിങ്ങൾ എടുക്കുമ്പോൾ നന്നായിട്ട് പഴുത്തിട്ടുള്ള, പുറം ഈ കറുത്ത നിറത്തിൽ വന്നിട്ടുള്ള പഴം വേണം നിങ്ങൾ നമ്മുടെ ഈ ഹെയർ മാസ്കിന് വേണ്ടി യൂസ് ചെയ്യാനായിട്ട്. ഈ ഏത്തപ്പഴം എന്ന് പറയുന്നത് നമ്മുടെ ഹെയറിനൊരു ഡീപ്പ് കണ്ടീഷനിങ് നൽകുന്നുണ്ട്. അതുപോലെ പഴത്തിൽ അടങ്ങിയിരിക്കുന്ന നാച്ചുറൽ ഓയിൽസും വിറ്റാമിൻസും സ്കാൽപ്പിലേക്ക് ഡീപ്പായിട്ട് ഇറങ്ങിച്ചെന്ന് ഹെയർ സിൽക്കി ആക്കാനും സ്മൂത്ത് ആക്കാനും ഫ്രിസ് ഫ്രീ ആക്കാനും നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ചകിരി പോലത്തെ മുടിയെന്ന് പറയില്ലേ, ഭയങ്കര റഫായിട്ടുള്ള അത്തരം മുടിക്ക് ഒരു മാജിക്കൽ ടച്ച് തന്നെയാണ് ഈ പഴം എന്ന് പറയുന്നത്. ഹെയർ ഫോൾ കുറയ്ക്കാനും ഹെയറിനെ സ്ട്രെങ്തൻ ചെയ്യാനും ഒക്കെ പഴം ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ബനാനയിൽ ആന്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസ് ഒരുപാട് ഉള്ളത് കൊണ്ട് തന്നെ ഇത് ഡാൻഡ്രഫ്, ഡ്രൈനെസ്, ഇച്ചിങ് ഇതിനെയൊക്കെ പ്രിവെന്റ് ചെയ്ത് സ്കാൽപ്പ് നല്ല ക്ലീൻ ആക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ ഹെയർ മാസ്കിന് ആവശ്യമായിട്ടുള്ള ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത് ഒരു പഴമാണ്. ഒരു ഏത്തപ്പഴമാണ്, നന്നായിട്ട് പഴുത്ത പഴമാണ് നമുക്ക് ആദ്യമായിട്ട് ആവശ്യമുള്ളത്. അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഒലിവ് ഓയിലാണ്. ഒലിവ് ഓയിൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇതിൽ വൈറ്റമിൻ ഇ ഉണ്ട്, ഒമേഗ 3 ഫാറ്റി ആസിഡ് ഉണ്ട്, അതുപോലെ ഓളിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുടി സ്ട്രെങ്തൻ ആക്കുവാനും മുടി വളരുവാനും മുടി നല്ല ഹെൽത്തി ആക്കാനും നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഓയിലാണ് ഒലിവ് ഓയിൽ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഒലിവ് ഓയിലാണ്. ഇനി മൂന്നാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ആൽമണ്ട് ഓയിലാണ്. ആൽമണ്ട് ഓയിലും ഒരുപാട് വൈറ്റമിൻസ് ഒക്കെ ഉള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇതിൽ മഗ്നീഷ്യവും ബയോട്ടിനും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മുടി ഒന്ന് സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കുവാനും ഫ്രിസി ആയി പോയ ഹെയറിനെ സ്മൂത്ത് ആക്കുവാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ മൂന്നാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ആൽമണ്ട് ഓയിലാണ്. ഹെയറിൻ്റെ വളർച്ചയ്ക്കും ഹെയർ സോഫ്റ്റ് ആകുവാനും അതുപോലെ സ്പ്ലിറ്റൻസ് മാറുവാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഓയിലാണ് ആൽമണ്ട് ഓയിൽ എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തേനാണ്. തേനെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും അത് മുഖത്തല്ലേ ഉപയോഗിക്കുന്നതെന്ന്. മുഖത്ത് മാത്രമല്ല, നമ്മുടെ ഹെയറിലും ഉപയോഗിക്കാൻ കഴിയുന്ന വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് തേനെന്ന് പറയുന്നത്. ഈ തേൻ എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ആണ്. അതുകൊണ്ട് തന്നെ ഇത് ഹെയറിലേക്ക് ഡീപ്പായിട്ട് പെനട്രേറ്റ് ചെയ്ത് ഫ്രിസ് ആൻഡ് ഡ്രൈനെസ് കംപ്ലീറ്റ്ലി കൺട്രോൾ ചെയ്യുന്നു. അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസ് ധാരാളമായിട്ടുള്ളത് കൊണ്ട് തന്നെ മുടിയുടെ വേരുകൾ ബലപ്പെടുത്താനും മുടി കൊഴിച്ചിൽ തടയുവാനും നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ തേനും ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഈ ഹെയർ മാസ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. അഞ്ചാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തൈരാണ്. തൈര് നമ്മുടെ ഫേസിനും നമ്മുടെ ഹെയറിനും ഒക്കെ നല്ലതാണ്. തൈരിൻ്റെ ബെനിഫിറ്റ്സ് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഏതൊരു നാച്ചുറലായിട്ടുള്ള ഏതൊരു ഫേസ് പാക്കിനും നമുക്ക് ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു ഘടകമാണ് തൈരെന്ന് പറയുന്നത്. അത്രമേൽ ബെനിഫിറ്റ്സ് ഉള്ള ഒന്നാണ് തൈര്. അപ്പം നിങ്ങളുടെ പാക്കുകൾ, നിങ്ങളുടെ ഫേസ് പാക്ക് ആണെങ്കിലും ഹെയർ മാസ്കിലാണെങ്കിലും ഒക്കെ നിങ്ങൾ ഈ തൈരും കൂടെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് ഭയങ്കരമായിരിക്കും. മുടി നല്ല സോഫ്റ്റ് ആകാനായിട്ടും മുടി സ്ട്രെങ്തൻ ആകാനായിട്ടും മുടി കൊഴിച്ചിൽ തടയാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് തൈരെന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ഈ ഹെയർ മാസ്കിന് ആവശ്യമായിട്ടുള്ളത്? ഒന്ന്, ഏത്തപ്പഴം, നന്നായി പഴുത്ത ഏത്തപ്പഴം. രണ്ടാമത്തേത് ഒലിവ് ഓയിലാണ്. മൂന്നാമത്തേത് ആൽമണ്ട് ഓയിൽ.
നാലാമത്തേത് തേനാണ്, അഞ്ചാമത്തേത് തൈരാണ്. ഈ 5 ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ട് തന്നെ ഒരു മാജിക്കലായിട്ടുള്ള ഒരു ഹെയർ മാസ്ക് നിങ്ങൾക്ക് തയ്യാറാക്കാവുന്നതാണ്. നമ്മുടെ മുടി കട്ടി കുറയുക, മുടിയുടെ ഉള്ളു കുറയുക, മുടി തിന്നാവുക, ഡ്രൈ ആവുക, ഇത്തരം മുടി കൊഴിയുക, ഇത്തരം പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം നമുക്ക് കണ്ടെത്താൻ കഴിയും. വളരെ നല്ലൊരു മാസ്കാണ്. അപ്പം ഇന്നത്തെ നമ്മളുടെ ഈ ഹെയർ മാസ്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ആദ്യം നമ്മുടെ ബനാന മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ച് ഒരു പേസ്റ്റ് പരുവത്തിൽ എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 2 ടീസ്പൂൺ തൈര് കൂടി ആഡ് ചെയ്യുക. അതിൻ്റെ കൂടെ 2 ടീസ്പൂൺ ഒലിവ് ഓയിലും കൂടെ ആഡ് ചെയ്യുക. 1 ടീസ്പൂൺ ആൽമണ്ട് ഓയിലും കൂടെ ആഡ് ചെയ്യുക. 1 ടീസ്പൂൺ തേനും കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഹെയറിൽ, നമ്മുടെ സ്കാൽപ്പിലും നന്നായിട്ട് അപ്ലൈ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ, ഒരുപാട് ഡ്രൈ ആവാൻ നിൽക്കണ്ട, തലയിൽ വെച്ച് പിടിപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ള നല്ലൊരു ഹെയർ മാസ്ക് ആണ്. ഇത് ആഴ്ചയിൽ 1 ദിവസം നിങ്ങളിത് ചെയ്തിരിക്കണം. നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ഒരാഴ്ചയിൽ ഒന്നുകിൽ സൺഡേ, അന്ന് നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കും, ജോലിക്ക് പോകണ്ട, കുട്ടികളാണെങ്കിൽ കോളേജിൽ പോകണ്ട, അന്നൊരു ദിവസം ഹെയർ കെയറിന് വേണ്ടി മാറ്റിവെക്കാം. അന്നത്തെ ഒരു ദിവസം നമ്മൾ ഈ ഒരു ഹെയർ മാസ്ക് ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കരമായിട്ട് റിസൾട്ട് തരുന്ന ഒരു ഹെയർ മാസ്ക് ആണ്. നിങ്ങളുടെ ഹെയറിൻ്റെ പ്രശ്നം എന്താണോ അതിനുള്ളൊരു റിസൾട്ട് ഈ ഒരു മാസ്ക് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുക തന്നെ ചെയ്യും. എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾ ഈ മാസ്ക് അപ്ലൈ ചെയ്യുമ്പോൾ അതിന് മുൻപായിട്ട് ഓയിൽ മസാജ് നന്നായിട്ട് ചെയ്തിരിക്കണം. അത് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏത് ഓയിലാണെങ്കിലും നന്നായിട്ട് ഓയിൽ മസാജ് ചെയ്തതിന് ശേഷം മാത്രമേ ഈ മാസ്ക് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. നല്ലതുപോലെ അപ്ലൈ ചെയ്യണം. അങ്ങനെ വേണം നമ്മൾ ഹെയർ മാസ്ക് അപ്ലൈ ചെയ്യാനായിട്ട്. നമ്മൾ ഏത് ഹെയർ മാസ്ക് അപ്ലൈ ചെയ്യുവാണെങ്കിലും നമ്മുടെ നന്നായിട്ട് ഓയിൽ മസാജ് ചെയ്തതിന് ശേഷമായിരിക്കണം ഹെയർ മാസ്കുകൾ അപ്ലൈ ചെയ്യേണ്ടത്. അതിനകത്ത് എനിക്ക് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ കാച്ചെണ്ണയാണെങ്കിൽ കാച്ചെണ്ണ ഉപയോഗിക്കാം, അല്ലെങ്കിൽ സാധാരണ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ആ വെളിച്ചെണ്ണ ഉപയോഗിച്ച് നിങ്ങൾക്ക് നല്ലതായിട്ട് മസാജ് ചെയ്യാം. വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഉരുക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഉണ്ടാക്കാൻ കുറച്ച് പാടാണെങ്കിലും അത് നമ്മുടെ ഹെയറിന് നല്ല കട്ടി വർദ്ധിപ്പിക്കുകയും മുടി കൊഴിച്ചിലൊക്കെ തടയുന്നതിനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഓയിലും അതുപോലെ തന്നെ ഉള്ള ഒന്നായിരിക്കണം. അതും നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മളിപ്പം സാധാരണ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതിലും നിങ്ങൾ ഉരുക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അത് പ്രിപ്പയർ ചെയ്യാൻ മടിയുള്ളവരാണെങ്കിൽ നമുക്ക് ഓൺലൈനിൽ നല്ല ബ്രാൻഡിൻ്റെ പല ഇത്തരം ഉരുക്ക് വെളിച്ചെണ്ണകൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പം അത് വാങ്ങിച്ച് യൂസ് ചെയ്യുക. കാച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നവരെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുന്നതുകൊണ്ടും യാതൊരു കുഴപ്പവുമില്ല. അതുപോലെ നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ മുടി ഉണക്കാൻ വേണ്ടി, മുടി തോർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന തുണികൾ നല്ലത് തിരഞ്ഞെടുക്കുക. അതായത് ഈ കട്ടിയുള്ള ടവലുകൾ, തോർത്തുകൾ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുടി പെട്ടെന്ന് പൊട്ടിപ്പോകുവാനും മുടി ഊരിപ്പോകുവാനും ഒക്കെ സാധ്യത വളരെ കൂടുതലാണ്. കാരണം നമ്മുടെ ഹെയർ ഒരു ഡാമേജ് സംഭവിച്ചു, അത് നമ്മുടെ തലയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പം അപ്പോഴാണ് നമ്മൾ ഇത്തരം തുണികൾ ഉപയോഗിച്ച് നമ്മുടെ തല തോർത്തുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ആ ടവലിൽ അത് കുറച്ചും കൂടി അതിൻ്റെ കൂടെ അങ്ങ് പോകും. അപ്പം അതുകൊണ്ട് നമ്മൾ എപ്പോഴും തല തോർത്താനായിട്ട് മൈക്രോ ഫൈബറിൻ്റെ ടവലുകളാണ് ഉപയോഗിക്കേണ്ടത്. അതില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ടീഷർട്ടുകളുണ്ടല്ലോ, കോട്ടൺ ടീഷർട്ടുകൾ, അത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഒരു കാരണവശാലും നിങ്ങൾ കട്ടിയുള്ള ടവലുകൾ തല തോർത്താനായിട്ട് ഉപയോഗിക്കരുത്. കാരണം നമ്മളിപ്പോൾ നമ്മുടെ ഹെയർ പൊഴിഞ്ഞുകൊണ്ടിരിക്കുന്ന, നമ്മുടെ മുടിക്ക് ചില പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരം കട്ടിയുള്ള തുണികളൊക്കെ നമ്മുടെ തലയിൽ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഹെയർ ഫോൾ കൂടാനുള്ള സാധ്യതകളാണ് ഉണ്ടാവുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ് ഭക്ഷണം എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ എത്രത്തോളം ന്യൂട്രിയൻസ് ഉണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം പോഷകങ്ങൾ ഉള്ള ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്നത് എന്നതും നമ്മുടെ മുടി കൊഴിച്ചിലുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ നമ്മൾ ശ്രമിക്കുക. കടല, പയറ് ഇതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുവാനും നല്ല ക്വാണ്ടിറ്റിയിൽ നമ്മളത് കഴിക്കുവാനും ശ്രമിക്കുക. കുറച്ച് കഴിച്ചത് കൊണ്ട് കാര്യമില്ല, 1 സ്പൂണ് 2 സ്പൂണ് നമ്മളത് കഴിച്ചത് കൊണ്ട് കാര്യമില്ല. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ ഇതൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ ഹെയറിനും നമ്മുടെ സ്കിന്നിനും എല്ലാം നല്ലതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ. തീർച്ചയായിട്ടും ഈ ഹെയർ മാസ്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഒരു റിസൾട്ട് ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾ പക്ഷേ ഇതിനു വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കണം. അതുപോലെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഫേസ് മാസ്കിലും ഹെയർ മാസ്കിലും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റുകൾ അത് ക്വാളിറ്റി ഉള്ളതായിരിക്കണം. നമ്മൾ ക്വാളിറ്റി ഇല്ലാത്ത പ്രോഡക്റ്റുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഒരു റിസൾട്ടേ നമുക്ക് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അത് നോക്കി നിങ്ങൾ വാങ്ങുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. ഈ ഹെയർ മാസ്ക് ഒന്ന് നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് എന്താണ് നിങ്ങളുടെ റിസൾട്ട് എന്നുള്ളത് എനിക്കൊന്ന് കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.